കറൻ്റ്ലി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു ന്യൂസ് കോണ്ടൻ്റാണ് വേടൻ. വേടൻ എന്ന് പറഞ്ഞ ഒരാൾ പാട്ടിലൂടെ പൊതുസമൂഹത്തിനെ സ്വന്തമാക്കിയ ഒരാളാണ്. ഇതിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പാഠ്യ വിഷയവുമായി മാറി വേടൻ്റെ പാട്ട്. പല ഇൻ്റർവ്യൂകളിലും വേടനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. വേടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, രാമനെ അറിയില്ല, രാവണനെ അറിയാമെന്ന്. രാവണനെ അറിയാവുന്ന ഒരാൾക്ക്, രാവണനെ നേരിടേണ്ടി വന്ന നീതികേടും എല്ലാം അറിയുന്ന ഒരാൾക്ക് രാമനെ അറിയില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ആ പറഞ്ഞതിൽ ഒരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു ഒരു ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. രാമനെ അറിയാവുന്നവർക്ക് രാവണനെ അറിയാം, രാവണനെ അറിയാവുന്നവർക്ക് രാമനെ അറിയാമെന്നുള്ള കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പൊതുസമൂഹത്തിനും ഇതേ അഭിപ്രായമാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും പറയാനുള്ളത് ഇത് തന്നെയാണ്. രാമനെ അറിയില്ല, രാവണനെ അറിയാം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിനും പറയാനുള്ളതെന്ന്. പൊതുസമൂഹത്തിനും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് മനസ്സിലാവും എന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ആൾ മനസ്സിൽ ഉറപ്പിച്ചേക്കുന്നത് എന്നുള്ള രീതിയിലാവാം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പൊതുസമൂഹത്തിനെയും കൂടെ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നു. അത് ചെയ്തത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് വെറുതെ ഇതേപോലെ ഒരാൾ വന്നിട്ട് പറയുമോ? ഇതിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുസമൂഹത്തിലേക്ക് ഒരു പോയിന്റ് പോലെ ഒരു സാധനം ഇട്ട് കൊടുത്തതല്ലേ. അത് പിന്നീട് ചർച്ചയാവാം, ചർച്ചയാവാതിരിക്കാം എന്ന് കരുതി തന്നെ ഒരു പോയിന്റ് പോലെ ഒരു സാധനം ഇട്ട് കൊടുത്തതാവാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.